ലോകത്തെ ഏറ്റവും കൂടുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി യൂസ് ചെയ്യുന്ന മനുഷ്യരുള്ളത് ഇന്ന് ഇന്ത്യയിലാണ്. ഓപ്പൺ എ ഐയുടെ തന്നെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഏറ്റവും അധികം എ ഐ യൂസേഴ്സ് ഉണ്ടെങ്കിലും ഇന്ത്യയിൽ തന്നെ ചില പ്രധാന നഗരങ്ങളിലാണ് ഇത് ഏറ്റവും അധികമായിട്ട് കാണപ്പെടുന്നത്. രാജ്യത്തൊട്ടാകെ ഇത് ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. ഉദാഹരണത്തിന് ബംഗളൂരു, ഹൈദരാബാദ്, ഡൽഹി, ചെന്നൈ ഇങ്ങനെയുള്ള നഗരങ്ങളിലാണ് കൂടുതൽ യൂസേഴ്സ് ഉള്ളത്. പക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും അധികം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന മനുഷ്യരുള്ള രാജ്യമായിട്ട് നമ്മുടെ ഇന്ത്യ മാറുകയാണ്. നമ്മുടെ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന കൂടുതൽ എ ഐ പ്ലാറ്റ്ഫോംസ് എടുത്തു നോക്കിയാൽ ചാറ്റ് ജി പി ടി, അല്ലെങ്കിൽ ഗൂഗിളിന്റെ ജെമിനായി പോലെയുള്ള പ്ലാറ്റ്ഫോംസ്, അതുമല്ലെങ്കിൽ മെറ്റയുടെയോ ഗ്രോക്കിന്റെയോ ഒക്കെ പ്ലാറ്റ്ഫോം, ഇതൊക്കെ തന്നെ ഇന്ത്യൻ മെയ്ഡൊന്നും അല്ല. ഇത് വിദേശികളുടെ പ്ലാറ്റ്ഫോമുകളാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് ഇതെല്ലാം തന്നെ ഓൾമോസ്റ്റ് എല്ലാ എ ഐ പ്ലാറ്റ്ഫോംസും കണ്ടെത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ആളുകളായിട്ട് ഇന്ത്യക്കാർ മാറുകയാണ്. സോ ഇത് നല്ലതാണോ മോശമാണോ, ഈ ചോദ്യം ചിലപ്പോൾ പലരുടെയും മനസ്സിലേക്ക് വരാം. പക്ഷെ ഈ ഘട്ടത്തിൽ ഇത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം എ ഐ ടെക്നോളജി ഒരു രാജ്യത്തെ മനുഷ്യർ ഏറ്റവും അധികം യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനനുബന്ധമായ മറ്റ് സാഹചര്യങ്ങൾ കൂടി ആ രാജ്യത്ത് ഉണ്ടാവണം. എന്തുകൊണ്ട് പാകിസ്ഥാനിൽ എ ഐ ടെക്നോളജി ഇന്ത്യയിൽ ഉള്ളതുപോലെ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നില്ല? ചുമ്മാ പോയി നമുക്കിത് ഉപയോഗിക്കാൻ കഴിയില്ല. മികച്ച ഇന്റർനെറ്റ് ആവശ്യമാണ്. അത് നമുക്ക് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റണം. ഇന്ത്യയുടെ പ്രത്യേകത എന്താണ്? ലോകത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് അവൈലബിൾ ആയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. സാമാന്യം നല്ല സ്പീഡുള്ള ഇന്റർനെറ്റ് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. 4Gയും പിന്നിട്ട് 5Gയും 6Gയും ഒക്കെ ആയിട്ട് അതിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ അതിവേഗ ഇന്റർനെറ്റ് ഉണ്ട്. അത് എല്ലാത്തരം മനുഷ്യർക്കും അഫോർഡബിൾ ആയി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്മാർട്ട് ഫോൺ എല്ലാ മനുഷ്യരിലേക്കും എത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യയിൽ മികച്ചതായതുകൊണ്ടാണ് ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ ആയിട്ട് കൂടി ലോകത്തെ ഏറ്റവും അധികം എ ഐ യൂസേഴ്സ് ഉള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നത്. അല്ലാതെ ഇന്ത്യയിലെ പോപ്പുലേഷൻ മാത്രമല്ല അതിന്റെ ഘടകം. ഇപ്പോൾ ആഫ്രിക്ക എന്ന് പറയുന്നത് 130 കോടിയോളം ജനസംഖ്യയുള്ള ഒരു കോണ്ടിനെന്റ് ആണ്. മുഴുവൻ ആഫ്രിക്കയിലുള്ള മനുഷ്യർ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ എ ഐ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. ദൈനംദിന ജീവിതത്തിൽ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ പലരും, ഒരുപക്ഷെ 80 മുതൽ 90% പേരും ഒരു നേരമെങ്കിലുമൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് എ ഐയുടെ സേവനം ഇന്ന് പ്രയോജനപ്പെടുത്തുന്നവരാണ്. ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു മാറ്റർ തയ്യാറാക്കാനോ, അല്ലെങ്കിൽ കോഡിങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾക്ക് മുൻകാലങ്ങളിൽ നമ്മൾ മണിക്കൂറുകൾ എടുത്ത് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഏതാനും സെക്കൻഡുകൾ കൊണ്ട്, രണ്ടോ മൂന്നോ പ്രോംപ്റ്റ് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ക്ലിക്കുകൾ കൊണ്ട് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത് അമേരിക്കക്കാരനോ ആരോ ആയിക്കോട്ടെ, പക്ഷെ അത് ഇന്ത്യക്കാരൻ്റെ ജോലി സമയം കുറയ്ക്കുകയും സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാൻ ഇന്ത്യക്കാരനെ അത് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഏറ്റവും അധികം എ ഐ യൂസേഴ്സ് ഉള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നത് തത്വത്തിൽ ഗുണകരമാണ്. ലോകത്തെ ഏറ്റവും അധികം എ ഐ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 10 രാജ്യങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തെ രാജ്യം നമ്മുടെ ഇന്ത്യ തന്നെയാണ്. അതിന് ശേഷമേ ഉള്ളൂ ഇന്ത്യയെ പോലെ തന്നെ ജനസംഖ്യയുള്ള ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ റാങ്ക്. നമുക്ക് വളരെ പെട്ടെന്ന് നോക്കിയാൽ ഒന്നാമത് ഇന്ത്യ, രണ്ടാമത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, മൂന്നാമതാണ് ശരിക്കും എ ഐ യൂസ് ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ചൈന വരുന്നത്, നാലാമത് ഇന്തോനേഷ്യ, അഞ്ചാമത് ബ്രസീൽ, ആറാമത് റഷ്യ, ഏഴാമത് ജപ്പാൻ, എട്ടാമത് സൗത്ത് കൊറിയ, ഒൻപതാമത് UK, പത്താമത് ജർമ്മനി. ടോട്ടൽ പോപ്പുലേഷനിൽ ഏറ്റവും അധികം ആളുകൾ എ ഐ യൂസ് ചെയ്യുന്ന ആളുകൾ എനിക്ക് തോന്നുന്നു UAE-യിലാണെന്ന് തോന്നുന്നുള്ളത്. 60%, 64%. എന്തായാലും ഇന്ത്യയിൽ 60%, അല്ലെങ്കിൽ 70%-ഓളം ആൾക്കാരും എ ഐ യൂസ് ചെയ്യുന്ന ലെവലിലോട്ട് എത്തിയിട്ടില്ല. പക്ഷേ ഇന്ത്യയിലാണ് ഏറ്റവും അധികം, നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എണ്ണം മനുഷ്യർ എ ഐ യൂസ് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ ഇത് വളരെ ഗുണകരമായിട്ടുള്ള ഒരു സാഹചര്യമായിട്ടാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കാരണം ഇന്ത്യയുടെ ഒരു ഡെവലപ്മെന്റ് മോഡൽ എന്ന് പറയുന്നത് ചൈനീസ് ഡെവലപ്മെന്റ് മോഡൽ പോലെ അല്ല. ഇപ്പൊ ചൈന എന്താണ് ചെയ്യുന്നത്? ചൈന തദ്ദേശീയമായിട്ട് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഡെവലപ്പ് ചെയ്യുന്നു. ആ ഒരു പ്ലാറ്റ്ഫോമുകൾക്ക് നിയന്ത്രിതമായിട്ടുള്ള ഉപയോഗമാണ് അവിടെ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ ചൈനയിൽ ബായിഡു ഉണ്ട്, ആലിബാബയുണ്ട്, ടെൻസെന്റ് ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. അതായത് ചൈന തന്നെ ബിൽഡ് ചെയ്തൊരു എക്കോസിസ്റ്റം ആണത്. ചൈനയുടെ ഓൺ എക്കോസിസ്റ്റം ആണത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്തരം ഒരു എക്കോസിസ്റ്റം ഇതുവരെയും പൂർണ്ണമായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പല ഇന്ത്യൻ കമ്പനികളും പല പല കണ്ടെത്തലുകളും നടത്തുന്നുണ്ടെങ്കിലും അത് മാത്രമല്ല, അതിനേക്കാൾ ബെറ്റർ ഗ്ലോബൽ പ്ലാറ്റ്ഫോംസ് ഉള്ളതുകൊണ്ട് ഇന്ത്യക്കാർ കൂടുതലും അത് യൂസ് ചെയ്യാണ്. ഇപ്പം ചൈനയ്ക്ക് അവരുടെ ഓൺ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാൻ ഉള്ളത് കൊണ്ട് തന്നെ ഗ്ലോബൽ പ്ലാറ്റ്ഫോംസിൽ കാര്യമായ ഇൻഫ്ലുവൻസ് ഇല്ല. ഇപ്പം നമ്മൾ ഗൂഗിൾ എടുക്കാം, ഫേസ്ബുക്ക് എടുക്കാം, അല്ലെങ്കിലും ഇപ്പോൾ എന്താ പറയുക X.com നോക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ എ ഐ പ്ലാറ്റ്ഫോംസ് അല്ല ഞാൻ പറയുന്നത്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. ഒരു എക്സാമ്പിളിന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലാം തന്നെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഇന്ത്യക്കാരാണ്. അവിടെ ഏത് പ്ലാറ്റ്ഫോമിലും നമ്മൾ പോയി നോക്കൂ, ഇത്തരം ഗ്ലോബൽ പ്ലാറ്റ്ഫോംസിൽ ചൈനക്കാരെ കാണാൻ കിട്ടില്ല, വളരെ കുറവാണ്.
പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും ഒക്കെ ഉണ്ടെങ്കിലും ഡോമിനേഷൻ അല്ലെങ്കിൽ മെജോറിറ്റി ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് എന്താണ് ഇന്റർനെറ്റിൽ സംഭവിക്കുന്നത്? വെസ്റ്റേൺ വേൾഡിൽ പോലും ഇംഗ്ലീഷുകാരായിട്ടുള്ള ആളുകൾ പോലും ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ടുള്ള കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ നിരവധി യൂറോപ്യൻസ് അല്ലെങ്കിൽ അമേരിക്കൻസ് ഒക്കെ അല്ലെങ്കിൽ ആഫ്രിക്കൻസ് ഒക്കെ ഇന്ത്യക്ക് ഫേവറബിൾ ടോപ്പിക്സിൽ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം അവരുടെ ചാനലുകളുടെ ഗ്രോത്തിന് വ്യൂവിനൊക്കെ അത് ആവശ്യമായി മാറുകയാണ്. മുൻകാലങ്ങളിൽ ഇന്ത്യയെ തരം താഴ്ത്തിക്കൊണ്ട് സംസാരിച്ചിരുന്നവർ ഇന്ത്യയെക്കുറിച്ച് നല്ലത് പറഞ്ഞു തുടങ്ങി, അല്ലെങ്കിൽ നല്ലത് പറയാൻ തുടങ്ങി. അതിന്റെ കാരണം ഈ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോംസിൽ US മെയ്ഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ യൂറോപ്യൻ മെയ്ഡ് ആയിക്കോട്ടെ, ആ പ്ലാറ്റ്ഫോംസിലുള്ള ഇന്ത്യയുടെ ഡോമിനേഷൻ കാരണമാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു ലോകക്രമത്തിൽ ചൈന ശരിക്കും ഒരു പൊട്ടക്കിണറിനകത്ത് കിടക്കുന്ന പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടെ പ്ലാറ്റ്ഫോംസ് ബെറ്റർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ടാകാം, പക്ഷെ അവരുടെ രാജ്യത്തിനുള്ളിൽ മാത്രം ഇത് ഒതുങ്ങി നിൽക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരേ സമയത്ത് ഗ്ലോബൽ പ്ലാറ്റ്ഫോംസിനെ അഡോപ്റ്റ് ചെയ്യുകയും തദ്ദേശീയമായിട്ടുള്ളവ വികസിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 2000 അല്ലെങ്കിൽ 1980-കൾക്ക് ശേഷം ചൈനയ്ക്കും മറ്റ് ലോകരാജ്യങ്ങൾക്കും കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് ഇന്ന് ഇന്ത്യക്കില്ല. ചൈനയുടെ എക്കണോമിക് ഗ്രോത്തിന്റെ ടൈമിൽ ചൈനയ്ക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്തിടെ അമേരിക്കയുടെ ഡെപ്യൂട്ടി സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞതുപോലെ അമേരിക്ക ഇനി എന്തായാലും മറ്റൊരു ചൈന ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ അമേരിക്കയായിട്ട് ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പൊ ചൈനീസ് മോഡൽ അമേരിക്കയ്ക്ക് തിരിച്ചടിയായെന്നാണ് അവർ കരുതുന്നത്. അപ്പൊ അതുകൊണ്ട് അമേരിക്കയിൽ നിന്ന് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിലേക്ക് വരുമെന്നും ആ അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിൽ കുറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുമെന്നും അതിലൂടെ ഇന്ത്യ വളർന്ന് പന്തലിക്കുമെന്നുമുള്ള ഒരു മോഹം എന്തായാലും ഇന്ത്യക്ക് ഇന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ചൈന എന്താണ് ചെയ്തത്? അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഒക്കെയുള്ള വലിയ ഇൻവെസ്റ്റ്മെന്റ്സിനെ സ്വീകരിക്കുകയും അങ്ങനെ ഒരു ഡെവലപ്മെന്റ് എക്കോസിസ്റ്റം അവിടെ കൊണ്ടുവരുന്നതിനായിട്ട് അതിനെ യൂസ് ചെയ്യുകയും ചെയ്തു. അതേസമയം തന്നെ അമേരിക്കയിലെ പല കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തി. ഇപ്പോൾ ഗൂഗിൾ പോലുള്ള പ്ലാറ്റ്ഫോംസിന് അല്ലെങ്കിൽ ഫേസ്ബുക്കിനൊക്കെ പകരം ചൈനയുടേതായിട്ടുള്ള പ്ലാറ്റ്ഫോംസിനെ കൊണ്ടുവരികയും ചെയ്തു. അപ്പൊ ഇത് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് നഷ്ടക്കച്ചവടമായിട്ടാണ് മാറുന്നത്. എന്നാൽ ഇന്ത്യ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ചൈനീസ് മോഡൽ അല്ല നിലവിൽ ഫോളോ ചെയ്യുന്നത്. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഇന്ത്യ ചൈനയുടെ വഴിയെ പോകാൻ പോകുന്നില്ല, അത് പകർത്താനും ശ്രമിക്കുന്നില്ല. പകരം ഒരു ഹൈബ്രിഡ് മോഡലാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യയുടെ വളർച്ച എന്ന് പറയുന്നത് ഒരേ സമയത്ത് ഗ്ലോബൽ സഹകരണവും അതോടൊപ്പം തന്നെ ആഭ്യന്തര ശേഷി വികസനവും ചേർന്നുകൊണ്ടുള്ള ഒന്നാണ്. അതായത് ഇന്ത്യ വളരെ എളുപ്പത്തിൽ തന്നെ പുതിയ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവാണ്. ഒന്നാമത്തേത് ഡിജിറ്റൽ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. അതായത് ചൈന പോലെ ആദ്യം ഹെവി ഇൻഡസ്ട്രിയിലൂടെ തുടങ്ങുന്നതിന് പകരം ഇന്ത്യ ഇതിനോടകം തന്നെ സോഫ്റ്റ്വെയർ, പ്ലാറ്റ്ഫോം, അതുപോലെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ട് അതിനെ ശക്തമാക്കുകയാണ് ചെയ്തത്. ഇതിലൂടെ പേയ്മെന്റുകൾ, ഐഡന്റിറ്റി, സർവീസുകൾ ഇതെല്ലാം തന്നെ വേഗത്തിൽ വളരെ ഉയർന്ന സ്കെയിലിൽ ചെയ്യാൻ ഇന്ത്യക്ക് കഴിയുന്നു. AI ഈ ഡിജിറ്റൽ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർട്ടപ്പുകൾക്ക് വേഗത്തിൽ അതുകൊണ്ട് തന്നെ നിർമ്മിക്കാൻ കഴിയുന്നു. ഇത് ചൈനയുടെ ആദ്യകാല ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന കാര്യമല്ല, ഗ്രാജുവലി ചൈനയിൽ വന്നതാണ്. പക്ഷേ ഇന്ത്യ ആദ്യമേ തന്നെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിനാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ചൈനയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇന്ന് ഇന്ത്യയിൽ ആളുകൾ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്, AI ഉപയോഗിക്കുന്ന രാജ്യം പ്ലസ് AI നിർമ്മിക്കുന്ന രാജ്യം എന്ന നിലയ്ക്കാണ് ഇന്ത്യയുടെ സ്ട്രാറ്റജി മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത് വലിയ തോതിൽ AI ഉപയോഗം ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്വന്തം AI നിർമ്മാണത്തിലേക്കുള്ള നീക്കവും ഇന്ത്യ നടത്തുന്നുണ്ട്. ഓപ്പൺ AI, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് പോലെയുള്ള കമ്പനികളുമായി സഹകരിച്ച് നാട്ടിൽ സ്വന്തം ടെക്നോളജി നിർമ്മിക്കുന്നതിനും ഇന്ത്യ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ ഗ്ലോബൽ ടെക് മാറ്റുകയല്ല ചെയ്യുന്നത്, പകരം ഇന്ത്യ അതിൻ്റെ മുകളിൽ ഇന്ത്യൻ ഇന്നോവേഷൻ കൂടി ചേർക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മൂന്നാമത്തേതെന്ന് പറയുന്നത്, ഇന്ത്യയുടേതെന്ന് പറയുന്നത് ഒരു ചൈന 2.0 സ്ട്രാറ്റജി അല്ല. അങ്ങനെ ആകേണ്ട എന്നാണ് ഇന്ത്യയുടെ തീരുമാനം. കാരണം അതിന് ഇനി ഫ്യൂച്ചർ ഇല്ല. ആ സ്ട്രാറ്റജിയുടെ കാലം ഏതാണ്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നത് തിരഞ്ഞെടുത്ത നിർമ്മാണ രീതിയാണ്. ഉദാഹരണത്തിന് ഇന്ത്യ ചൈനയെ പോലെ ലോകത്തിന്റെ ഫാക്ടറി എന്ന നിലയ്ക്ക് എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം ഹൈ വാല്യൂ സെക്ടറുകളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇലക്ട്രോണിക്സ് മേഖല, സെമി കണ്ടക്ടർ മേഖല, ഡിഫൻസ് മേഖല, ഈ മേഖലകളിലാണ് ഇന്ത്യ കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തിയിട്ട് ഈ മേഖലയിലാണ് ഇന്ത്യ ഗവൺമെന്റ് കൂടുതലായിട്ട് താല്പര്യം കാണിക്കുന്നത്. ഗ്ലോബൽ കമ്പനികളുമായിട്ട് സഹകരിച്ചുകൊണ്ടുള്ള വളർച്ചയാണ് ഇന്ത്യ ഇവിടെ കൈവരിക്കുന്നത്. വളരെയധികം ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു നിർമ്മാണ ശൈലി, മറിച്ച് ചൈനയുടേതുപോലെ മാസ് ഡോമിനേഷൻ അല്ല. ചൈനയുടെ മാസ് ഡോമിനേഷന് അധികകാലം നിലനിൽക്കാൻ കഴിയില്ല. ലോകരാജ്യങ്ങളെല്ലാം തന്നെ, ഈവൻ അമേരിക്ക പോലും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ആഭ്യന്തര ഉൽപാദനത്തിന്റെ ആവശ്യകത. ചൈനയെ ഡിപ്പെൻഡ് ചെയ്തത് അബദ്ധമായി പോയി എന്ന് അവർ തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ ഇനി ഒരിക്കലും
ചൈനയെ പോലെ മറ്റൊരു രാജ്യത്തെ വളരാൻ അവർ അനുവദിക്കില്ല. അതുകൊണ്ട് ആ ഒരു സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിച്ചാൽ അത് വലിയ മണ്ടത്തരമാകും. ഇന്ത്യ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്നുമില്ല. പകരം ഇന്ത്യ ആഗോള സഹകരണത്തിലൂടെ ഒരു സ്ട്രാറ്റജി ഫോം ചെയ്യാണ്. അതായത് ചൈന എല്ലാവരെയും അകറ്റി നിർത്തിയപ്പോൾ ഇന്ത്യ എല്ലാവരുമായി സഹകരിച്ചുകൊണ്ട് പരമാവധി ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ ഒരു ജിയോ പൊളിറ്റിക്കൽ പാലമായിട്ട് ഇന്ത്യ മാറുകയാണ്. വെസ്റ്റുമായിട്ടുള്ള ഇന്ത്യയുടെ സഹകരണം, ചൈനയ്ക്കെതിരെ പോലും പൂർണ്ണമായിട്ടും എതിർത്തുകൊണ്ടുള്ള നിലപാടെടുക്കാതെ എല്ലാ രാജ്യങ്ങൾക്കും വിശ്വാസമുള്ള ഒരു പങ്കാളി എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ ഒരു വളർച്ച. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഒരു ഗ്ലോബൽ ടെക് പ്ലസ് ഒരു സപ്ലൈ ചെയിൻ ഹബ്ബാക്കി മാറ്റാൻ ഈ നീക്കങ്ങളിലൂടെ നമുക്ക് കഴിയും. ലോക്കൽ പ്രശ്നങ്ങൾക്ക് ലോക്കൽ ഇന്നോവേഷൻ എന്നൊരു തന്ത്രം കൂടി ഇന്ത്യക്കുണ്ട്. ഇന്ത്യയുടെ വലിപ്പം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിനകത്ത് ഇന്നോവേഷൻ സ്വാഭാവികമായിട്ടൊരു ആവശ്യമായി മാറും. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് കുറഞ്ഞ ചെലവിലുള്ള സൊല്യൂഷൻസും ഇന്ത്യ കണ്ടെത്തുന്നത്. മൾട്ടി ലാംഗ്വേജ് AI, അതുപോലെ ഗ്രാമീണ ടെക്, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ലോക്കലായിട്ട് നമ്മൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നുമുണ്ട്. പതിയെ 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 ഇത് ഗ്ലോബൽ സ്കെയിലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് UPI. ഇന്ന് ആഗോള തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാണ് ഇന്ത്യയുടെ പേയ്മെന്റ് സിസ്റ്റം. ചുരുക്കത്തിൽ ഇന്ത്യ ഒരു ചൈനീസ് മോഡൽ അല്ല ഫോളോ ചെയ്യുന്നത്. ചൈന ശരിക്കും പറഞ്ഞാൽ ലോകരാജ്യങ്ങളെ നിലവിൽ അകറ്റി നിർത്തിയിരിക്കുകയാണ്. അതേസമയം ലോകത്തിന്റെ ഫാക്ടറി ആയിട്ട് തുടരുകയുമാണ്. എന്നാൽ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി സഹകരിച്ചുകൊണ്ട് സെലക്റ്റീവ് ആയിട്ടുള്ള മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തിക്കൊണ്ടുള്ള ഒരു വികസന മാതൃകയിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഇത് തീർച്ചയായിട്ടും ഒരു ചൈനീസ് മാതൃകയല്ല, മറിച്ച് ഇന്ത്യയുടേതായ ഒരു ശൈലിയിലൂടെ മുന്നോട്ട് പോവാണ്. ഒരു തേർഡ് മോഡലാണ്. അതായത് ചൈനയുടെ നിയന്ത്രിത മോഡലുമല്ല, അമേരിക്കയുടെ ശുദ്ധ ഇന്നോവേഷൻ മോഡൽ മാത്രവുമല്ല, മറിച്ച് ഓപ്പൺ സിസ്റ്റം പ്ലസ് ഒരു ലാർജ് സ്കെയിൽ പ്ലസ് സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്വയം പര്യാപ്തത എന്നുള്ള ഒരു രീതിയിലാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. കൃത്യമായി പറഞ്ഞാൽ ചൈനയെ പകർത്തിയല്ല ഇന്ത്യ ഉയരുന്നത്, മറിച്ച് ലോകത്തെയും സ്വന്തം ശക്തിയെയും ചേർത്തുകൊണ്ടാണ് ഇന്ത്യ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഡെവലപ്മെന്റ് മോഡലാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.